നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വരാൻ പോകുന്ന HSA ഇംഗ്ലീഷ് പരീക്ഷയിൽ സാമുൽ ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോഡോ എന്ന് പറയുന്ന പ്ലേയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ വയ്ക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. നോക്കുക. വാട്ട് ഈസ് ദ ഫ്രേസ് ദാറ്റ് ദ ടു ട്രാംസ് റിപ്പീറ്റ് വെരി ഓഫൺ ഇൻ ബെക്കറ്റ്സ് പ്ലേ വെയിറ്റിംഗ് ഫോർ ഗോഡ്? അതായത് സാമുൽ ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോഡോ എന്ന് പറയുന്ന പ്ലേയിൽ ഈ ടു ട്രാംസ് മിക്കപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? ഒരു ഫ്രേസ് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ഏതാണ് ഫ്രേസ്? ഒന്ന് ആലോചിച്ച് പറയാൻ പറ്റുമോ? ഏതായിരിക്കും? നത്തിങ് ടു ബി ഡൺ ആണ്. ഇതാണ് നത്തിങ് ടു ബി ഡൺ. ഇതാണ് മിക്കപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ആര്? ഈ ടു ട്രാംസ്. അപ്പൊ നമ്മുടെ ആൻസർ നത്തിങ് ടു ബി ഡൺ എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How did Beckett respond when he was asked about the meaning of the play Waiting for Godot? ആ വെയിറ്റിംഗ് ഫോർ ഗോഡോ എന്ന് പറയുന്ന ആ നാടകത്തിന്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്? ആ ചോദ്യത്തിന് എങ്ങനെയായിരിക്കും? എവിടെയും വായിച്ചിട്ടുണ്ടോ? ഇങ്ങനെയാണ്. അതായത് ഇഫ് ഐ കുഡ് ടെൽ യു ഇൻ എ സെന്റൻസ്, അതായത് എനിക്ക് ഈ പറയുന്ന അർത്ഥം അല്ലെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു സെന്റൻസിൽ എനിക്ക് പറയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഐ വുഡന്റ് ഹാവ് റിട്ടൺ ദ പ്ലേ, ഞാൻ ഒരിക്കലും ഈ പറയുന്ന നാടകം എഴുതില്ലായിരുന്നു. ദാറ്റ് മീൻസ് റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്, അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഹൗ ഡിഡ് ബെക്കറ്റ് റെസ്പോണ്ട് വെൻ ഹി വാസ് ആസ്ക്ഡ് അബൌട്ട് ദ മീനിങ് ഓഫ് ദ പ്ലേ വെയിറ്റിംഗ് ഫോർ ഗോഡോ? ഏതാണ്? ഇഫ് ഐ കുഡ് ടെൽ യു ഇൻ എ സെന്റൻസ് ഐ വുഡന്റ് ഹാവ് റിട്ടൺ ദ പ്ലേ. Next question. How can the word Godot in the title of Beckett's play Waiting for Godot be divided into two parts? നമുക്ക് എങ്ങനെ ഈ പറയുന്ന ഗോഡോ എന്ന് പറയുന്ന ആ വാക്കിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ചോദ്യം. എങ്ങനെയൊക്കെ ആയിരിക്കും? ഗോഡ് പ്ലസ് യോ എന്നുള്ള ഈ യോ എന്ന് പറയുന്നത് എന്താണ്? ഫ്രഞ്ച് വേർഡാണ്. എന്താണ് എൻ്റെ അർത്ഥം? ഇംഗ്ലീഷിൽ വാട്ടർ എന്നാണ്. ഓക്കെ, വാട്ടർ. അപ്പം ഗോഡ് ആണ് ഗോഡോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ കാൻ ദ ട്രാംസ് ഹാങ് ദംസെൽസ് ഇൻ ദ ഫസ്റ്റ് ആക്ട് ഓഫ് ബെക്കറ്റ്സ് പ്ലേ വെയിറ്റിംഗ് ഫോർ ഗോഡ്? വെയിറ്റിംഗ് ഫോർ ഗോഡോയിൽ ആദ്യത്തെ ആക്ടിൽ എന്തുകൊണ്ടാണ് ഈ ട്രാംസ് തൂങ്ങി മരിക്കാൻ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ പറ്റാഞ്ഞത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം അവർ പലപ്പോഴും സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആദ്യത്തെ ആക്ടിൽ എന്തുകൊണ്ട് അത് പറ്റിയില്ല? എന്തുകൊണ്ടായിരിക്കാം? അവരെന്താണ് അതിനുള്ള കാരണം പറയുന്നത്? എന്തായിരിക്കും? ബിക്കോസ് ദ ട്രീ ഈസ് നോട്ട് സ്ട്രോങ് ഇനഫ്. അതായത് ഇവര് സൂയിസൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ തൂങ്ങാൻ കരുതിയ ആ മരത്തിന് എന്തല്ല, അത്രയും ബലമില്ല. അതുകൊണ്ടാണ്, അക്കാരണത്താലാണ് അവർക്ക് ഈ പറയുന്ന പോലെ ചെയ്യാൻ കഴിയാഞ്ഞത്. ഓക്കെ. ഇനി അടുത്ത ഒരു ഡയലോഗാണ്. എന്താണ്? ദ ടിയേഴ്സ് ഓഫ് ദ വേൾഡ് ആർ എ കോൺസ്റ്റന്റ് ക്വാണ്ടിറ്റി. ഫോർ ഈച്ച് വൺ ഹു ബിഗിൻസ് ടു വീപ് സംവെയർ എൽസ് അനദർ സ്റ്റോപ്സ്. ദ സെയിം ഈസ് ട്രൂ ഓഫ് ലവ്. ഹു സേസ് സോ ഇൻ ബെക്കറ്റ്സ് പ്ലേ വെയിറ്റിംഗ് ഫോർ ഗോഡ്? ഈ പറയുന്ന ഡയലോഗ് ആരാണ് പറഞ്ഞത് എന്നാണ് ചോദ്യം. ആരായിരിക്കും? ഓസോ ആണ്. ഓസോ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സബ്ജക്ട് ഓർ ഇന്റൻഡഡ് സബ്ജക്ട് ഓഫ് ലക്കീസ് ലോങ് സ്പീച്ച് ഇൻ ബെക്കറ്റ്സ് പ്ലേ വെയിറ്റിംഗ് ഫോർ ഗോഡോ? എന്തായിരിക്കും? എന്തായിരുന്നു ആ സബ്ജക്റ്റ്? ലക്കിയുടെ ലോങ് സ്പീച്ചിന് ആധാരമായിട്ടുള്ള ആ സബ്ജക്റ്റ് എന്തായിരുന്നു? എന്തായിരിക്കും? ലവ് ഓഫ് ഗോഡ് ആൻഡ് പൈനിങ് ഓഫ് മാൻ എന്നുള്ളതാണ്. ലവ് ഓഫ് ഗോഡ് ആൻഡ് പൈനിങ് ഓഫ് മാൻ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How does estrogen retaliate
when Vladimir calls him a ceremonious ape in Beckett's play Waiting for God. അത് വ്ളാഡിമിർ ഈസ്ട്രജനെ എന്ത് വിളിച്ചു? സെറിമോണിയസ് ഏപ്പ് എന്ന് പറഞ്ഞു. ആ സമയത്ത് ഈസ്ട്രജൻ എന്താണ് തിരിച്ച് പറഞ്ഞെന്നാണ് ചോദ്യം. എന്തായിരിക്കും വിളിച്ചത് വ്ളാഡിമിറിനെ? ഈസ്ട്രജൻ കോൾസ് വ്ളാഡിമിർ എ പങ്ക്ച്വലിയസ് പിഗ് എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, എ പങ്ക്ച്വലിയസ് പിഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അറ്റംപ്റ്റ് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ the temperament of the two tramps, Estrogen and Vladimir, in Beckett's play Waiting for God. അതായത് നമ്മൾ ഈ പറയുന്ന ഈസ്ട്രജന്റെയും വ്ളാഡിമിറിന്റെയും അവരുടെ എന്താണ് ടെമ്പറാമെന്റിനെയും ഒന്ന് ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ താരതമ്യം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായിരിക്കാം വ്ളാഡിമിറിന്റെ ഈസ്ട്രജൻ ടെമ്പറാമെന്റ് എങ്ങനെയാണ്? Vladimir preoccupation is largely mental, okay, and estrogen's physical. ഇതാണ് ആ വ്യത്യാസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why is it said that Vladimir is more sympathetic than estrogen in the play Waiting for God? എന്തായിരിക്കാം കാര്യം? വ്ളാഡിമിർ ആണ് കൂടുതൽ സിമ്പതറ്റിക് ആരെക്കാളും? ഈസ്ട്രജനേക്കാളും. എന്താവും? എന്താണ്? Vladimir takes pity on Lucky's hard neck and also protects at the selling of Lucky. ഇത് ഈ ഒരു രംഗമാണ്, അല്ലെങ്കിൽ ഈ ഒരു ഭാഗമാണ് വ്ളാഡിമിർ കൂടുതൽ സിമ്പതറ്റിക് ആണെന്ന് പറയാൻ കാരണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ വ്ളാഡിമിർസ് ആൻഡ് ഈസ്ട്രജൻസ് അപ്രോച്ചസ് ടു റീഡിംഗ് ദ ബൈബിൾ ഇൻ ദ പ്ലേ വെയിറ്റിംഗ് ഫോർ ഗോഡ്? ബൈബിള് വായിക്കുന്നതിനോടുള്ള വ്ളാഡിമിറിന്റെയും ഈസ്ട്രജന്റെയും സമീപനം എങ്ങനെയാണ്? അവ തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് വ്യത്യാസം? വ്ളാഡിമിർ റീഡ്സ് ദ ബൈബിൾ ഫോർ ഇൻസ്ട്രക്ഷൻ, ബട്ട് ഈസ്ട്രജൻ ടു സീ ദ കളർഡ് മാപ്സ്. ഇതാണ് ആ വ്യത്യാസം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ടു tramps in Beckett's play Waiting for Godot claims to have been a poet? ഈ പറയുന്ന രണ്ടുപേരിൽ ആരാണ് പോയറ്റ് ആണെന്ന് പറയുന്നത്? ആരാണ്? വ്ളാഡിമിർ ആണ്. ആരാണ്? വ്ളാഡിമിർ. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ വളരെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണാൻ സബ്സ്ക്രൈബ് ബട്ടൺ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.